സിനിമാ വിശേഷങ്ങൾക്കും വാർത്തകൾക്കും ദാസനും വിജയനും ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം നിരവധി സൂപ്പർ ഹിറ്റുകൾ പിറന്ന വർഷമാണ് 2017. സൂപ്പർ താര പോരാട്ടങ്ങളാലും 2017 ശ്രദ്ധിക്കപ്പെട്ടു. 2016 കേരള ബോക്സ് ഓഫീസ് അടക്കി ഭരിച്ചത് മോഹൻലാൽ ആയിരുന്നെങ്കിൽ 2017 മമ്മൂട്ടി അത് തിരിച്ചു പിടിച്ചു. 7 മാസങ്ങൾ പിന്നിടുമ്പോൾ 60 കോടിയിലധികം കളക്ഷൻ നേടിയ മമ്മൂട്ടിയുടെ ദി ഗ്രേറ്റ് ഫാദർ തന്നെ മുന്നിൽ. ഗ്രേറ്റ് ഫാദറിൻ്റെ ഇനീഷ്യൽ റെക്കോർഡുകൾ തകർക്കും എന്ന് കരുതിയിരുന്ന ബിയോണ്ട് ബോർഡേഴ്സും ബോക്സ് ഓഫീസിൽ പ്രതീക്ഷയ്ക്കൊത്തുയർന്നില്ല. എങ്കിലും മോഹൻലാലിനെ സംബന്ധിച്ചിടത്തോളം നേട്ടങ്ങൾ നിറഞ്ഞത് തന്നെയായിരുന്നു 2017. വമ്പൻ ചിത്രങ്ങളുടെ പ്രഖ്യാപനത്തിനോടൊപ്പം മുന്തിരിവള്ളികളിലൂടെ വീണ്ടും 50 കോടി ക്ലബിൽ പ്രവേശിച്ചു. ഇനിയിപ്പോൾ ആരാധകർ ഉറ്റുനോക്കുന്നത് 2017 ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ ചിത്രമെന്ന ഗ്രേറ്റ് ഫാദറിൻ്റെ റെക്കോർഡ് മോഹൻലാൽ തിരിച്ചു പിടിക്കുമോ എന്നാണ്. വെളിപാടിൻ്റെ പുസ്തകം, വില്ലൻ, ഒടിയൻ തുടങ്ങിയ ചിത്രങ്ങളാണ് മോഹൻലാലിൻ്റെതായി ഈ വർഷം പുറത്തിറങ്ങാനിരിക്കുന്നത്. ആരാധകരുടെ പ്രതീക്ഷയ്ക്കൊപ്പം ഉയർന്നാൽ ഗ്രേറ്റ് ഫാദറിൻ്റെ റെക്കോർഡ് എന്നത് ഇപ്പോൾ ഒരു മോഹൻലാൽ ചിത്രത്തെ സംബന്ധിച്ചിടത്തോളം വെല്ലുവിളി നിറഞ്ഞ ഒന്നല്ല. വൻപൻ പ്രതീക്ഷയിലെത്തുന്ന ഒടിയൻ ഗ്രേറ്റ് ഫാദറിനെ പിന്നിലാക്കും എന്ന് തന്നെയാണ് ആരാധകർ കരുതുന്നത്. ചിത്രത്തിൻ്റെ പ്രമേയവും ഇപ്പോൾ ലഭിക്കുന്ന റിപ്പോർട്ടുകളും കണക്കിലെടുത്താൽ ചിത്രം ലക്ഷ്യം വെക്കുന്നത് മറ്റൊരു 100 കോടി ക്ലബ് തന്നെയാണ്. മാസ്റ്റർ പീസ്, പുള്ളിക്കാരൻ, സ്റ്റാറ, സ്ട്രീറ്റ് ലൈറ്റ് തുടങ്ങിയ ചിത്രങ്ങളാണ് ഈ വർഷം മമ്മൂട്ടിക്ക് ഇനി ഉള്ളത്. എന്താണേലും ഇനിയുള്ള മാസങ്ങളിൽ സൂപ്പർ താരങ്ങളുടെ ബോക്സ് ഓഫീസ് പോര് കടുക്കുമെന്ന് ഉറപ്പ്. കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കും വാർത്തകൾക്കും ദാസനും വിജയനും ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, കമൻറ്റ്. താങ്ക് യു.